ഹായ്, സുഖല്ലേ? ഇന്നലെ അർജന്റീനയുടെ കളി ഉണ്ടായിരുന്നു. കളി നടക്കുന്ന സമയത്ത് ഒരു 80 മിനിറ്റ് വരെ എനിക്ക് പലരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ സുഖവിവരം അന്വേഷിക്കാനല്ലാന്ന് എനിക്കും അറിയാം. അങ്ങനെ 80 മിനിറ്റ് കഴിഞ്ഞ് ഒരു 84 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും 2 ഗോളും തിരിച്ചടിച്ച് സമനിലയിൽ നിൽക്കുക. ആ സമയത്ത് ഞാൻ അവരെ തിരിച്ചു വിളിച്ചു, അവരും എടുക്കുന്നില്ല. അപ്പൊ അവർക്ക് എന്റെ സുഖവിവരം ഒന്നും അറിയണ്ട തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഓലും എടുത്തില്ല. അങ്ങനെ നിൽക്കുമ്പോൾ മൂന്നാമത്തെ ഗോളും അടിച്ചിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ്. അപ്പൊ ഞാൻ മണ്ണാർക്കാടിനുള്ള ഒരു ബേക്കറിയിൽ നിന്നിട്ടാണ് ഇത് കാണുന്നത്. കാരണം അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലല്ലോ, തോറ്റ് നിൽക്കല്ലായിരുന്നു അതുവരെ. അപ്പൊ ഇങ്ങനെ മൊബൈലിൽ കാണുന്ന സമയത്ത് എന്റെ അടുത്ത് കൂടി എന്തായി എന്ന് ചോദിച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ അടുത്തോട്ട് വന്നിട്ട് ഇങ്ങനെ എല്ലാവരും കളി കാണണം. അപ്പൊ പിന്നെ എനിക്ക് അവിടുന്ന് പോകാനും പറ്റില്ല. അപ്പൊ ഇങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മൊബൈൽ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ കൂടാൻ തുടങ്ങി. എല്ലാവരും മൊബൈലിൽ ഇങ്ങനെ കാണുന്ന ഇടക്ക് നമ്മുടെ മണ്ണാർക്കാടുത്തെ സെലിബ്രിറ്റി ഉണ്ട്, ഓൾ ആ കടയിലേക്ക് വന്നു. ഓള് ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ടിട്ടില്ല. ഓള് നേരെ അങ്ങോട്ട് കയറി വന്നു. എന്നതിന് ശേഷം എന്നെ കണ്ട്. അതുവരെ കളി കണ്ടിരുന്ന ആളുകൾ മുഴുവൻ പിന്നെ എന്ത് ചെയ്തു, എന്റെ മൊബൈലിനെ കണ്ടെടുത്തിട്ട് എന്റെ മുഖത്തേക്ക് നോക്കും, സെലിബ്രേറ്ററുടെ മുഖത്തേക്ക് നോക്കും, വീണ്ടും എന്റെ മുഖത്തേക്ക് നോക്കും, സെലിബ്രേറ്ററുടെ മുഖത്തേക്ക് നോക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ചിരിയൊക്കെ കടിച്ചു പിടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്. ഒന്നാമത് അർജന്റീന ഗോൾ അടിച്ച സന്തോഷം വേറെ, അതിന്റെ അടിയിൽ കൂടെ ഇവരെ നോട്ടം കൂടിയും കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചിരി വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ചിരിക്കുകയും ചെയ്യാതെ ഞാൻ എന്ത് ചെയ്തു, ഈ കളിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു അർജന്റീന ഫാൻ ആയിട്ടുള്ള ഒരു ചെക്കൻ എന്ത് ചെയ്തു, അവൻ അതുവരെ എയർലൈന്ന് തോന്നുന്നുണ്ട്, ഈ മൂന്നാമത്തെ ഗോൾ അടിച്ചോട് കൂടെ ബൈക്ക് കൊണ്ട് പാഞ്ഞിന് വന്നിട്ട് എന്ത് ചെയ്തു, ഈ ബേക്കറിന്റെ ഫ്രണ്ടിൽ നിർത്തി. കാക്ക ഇവിടെ പടക്കണ്ടോ ചോദിച്ചു. അപ്പോ ബേക്കറിക്കാരൻ പറഞ്ഞു, ഇല്ല കുട്ടിയ ഇവിടെ പടക്കല്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊക്കെ ഒരു അമിട്ട് തരാം, കൊണ്ടുപോയി പൊട്ടിച്ചാൻ പറ്റും, ഇവിടെ എവിടെയും പൊട്ടിച്ചല്ലോ, ഒഴിച്ചു കൊണ്ടുപോയി പൊട്ടിച്ചണമെന്ന് പറഞ്ഞു. അമിട്ട് വേണ്ട കാക്ക, പടക്കേ പറ്റുള്ളൂ എനിക്ക് പറഞ്ഞു. എന്നാ വിട്ടപ്പെടുന്നായിരുന്നു. അപ്പൊ സെലിബ്രിറ്റി ഇത് കേട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സെലിബ്രിറ്റിക്ക് ഒന്നും ഉണ്ടാവില്ല. സെലിബ്രിറ്റിനെ ഏതോ ഒരു സ്വാലിയത്തായ ഇബിലീസ് വന്ന് കെട്ടിയൊക്കെ തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ഭയങ്കര ഡീസന്റ് ആയിക്കണു. അതല്ലെങ്കിൽ ആ സമയം കൊണ്ടൊക്കെ പൊട്ടിത്തെറിച്ചന്റെ അല്ലേ. എന്തായാലും സെലിബ്രിറ്റി പൊട്ടിത്തെറിച്ചില്ല. പൊട്ടിത്തെറിച്ചാലും കുറെ കാഴ്ചക്കാരുണ്ടല്ലോ, ഒന്നാണ്ട് ആസ്വദിക്കട്ടെ വിചാരിച്ചിട്ട് തന്നെ ഞാനൊന്ന് എറിഞ്ഞു കൊടുത്തത്. സെലിബ്രിറ്റി അങ്ങനെ സൈഡിൽ കൂടെ എന്ത് ചെയ്തു, എന്തോ വാങ്ങിയിട്ട് അങ്ങനെ പോയി. ചിലപ്പോ ഇപ്പൊ കെട്ടിയ പുതിയപ്പള പറഞ്ഞിട്ടുണ്ടാവേ, ഇജ്ജ് ആരോടും ഒന്നിനും പോണ്ട, ഒന്നും ഇഷ്ടല്ല, ചനങ്ങനെ കണ്ടോണ്ടിരുന്നാ മതിന്ന്. സത്യത്തിൽ ഈ പുതിയാപ്പിള ഏതാന്നുള്ളത് എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. ഇതിന് കണ്ണാണോ ഇല്ലാത്തത്, ചെവിയാണോ ഇല്ലാത്തതെന്ന് അറിയില്ല. ഇത് രണ്ടും ഇല്ല ഒരാളെ എങ്ങനെ ഇത് കെട്ടാനെന്നും അറിയില്ല. എന്തായാലും മഹാഭാഗ്യവാനാണ്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു ഓസ്കാർ വരെ തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇല്ലെങ്കിൽ എവിടുന്ന് കിട്ടാനാ? മണ്ണാർക്കാട് അങ്ങാടിയിൽ നിന്നല്ല, മണ്ണാർക്കാട് മൊത്തം പഞ്ചായത്തിൽ തരണാലും മുനിസിപ്പാലിറ്റിയിൽ തരണാലും ഇങ്ങനത്തെ ഒരു മുതൽ ഞങ്ങൾക്ക് കെട്ടാൻ കിട്ടൂല. എന്തൊക്കെയായിരുന്നു മൈലാഞ്ചി ചോപ്പുള്ള കയ്യാ നിന്റെ മാറത്ത് ഞാനെന്നു എന്താണ് എന്തൊക്കെയാണ് അതൊക്കെയായിരുന്നു. എന്നിട്ട് ഈ വീഡിയോ മുഴുവൻ ആളുകൾ ഇട്ടിരുന്നു. എന്തിന്? ഇത് കണ്ടില്ലേന്ന്. ഞാനാ നടത്തിയിരിക്കണ നിക്കാവോ, ഇത് നിക്കാവില്ലേ. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ വേറൊരു വീഡിയോ ഉണ്ട്. ഈ വീഡിയോ എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ ഇട്ടിരുന്നു. എന്തിനാ എനിക്കറിയാം സംഭവം. ഞാനത് കണ്ടിരിക്കണു. ലാസ്റ്റ് ഇനി ആരും ഇടണ്ട വിചാരിച്ചിട്ട് ഞാൻ അതിലൊരു കമന്റ് ഇട്ടു. വളരെ സത്യസന്ധമായിട്ടാ കമന്റ് ഇട്ടത്. കാരണം ആ വീഡിയോയിൽ അമ്മാര് കഥകളല്ലേ ഇരുന്നു. ആരെയാണ് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോ പറയാണ്, എനിക്കെന്റെ ഇക്കാനെ ഭയങ്കര ഇഷ്ടമാണ് കാണാന്. ഇക്ക എങ്ങനെ പോയതെന്നുള്ളത് നമ്മക്കൊക്കെ അറിയുന്നല്ലേ. അപ്പൊ ഇക്കാനെ ഭയങ്കര കാണാൻ ഇഷ്ടം. പക്ഷെ ആ ഒരു കാര്യം കേട്ടോ, ഒരാളടക്കം അതിൽ നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഇക്കാനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഉള്ളതുകൊണ്ട് ഇക്കാനെ കുറിച്ചിട്ട് നല്ല വിശദീകരിച്ച് പലരും എഴുതിയിരിക്കുന്നു. അപ്പൊ എന്റെ കമന്റ് ആയി പലരും എനിക്കെന്നെ എടുത്തിട്ട് വിട്ടേനുണ്ട്. ഈ കമന്റ് എഴുതിയത് കണ്ടു എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ എനിക്കെന്നെ ഇട്ടിട്ടുണ്ട്. കമന്റൊക്കെ വൈറലായിക്കണു. എന്തായാലും ഞാനത് കണ്ടിരിക്കണു. ഇനി എനിക്കത് ആരും എടുത്ത് വിട്ട് തരണ്ട. എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും കോലത്തിൽ ജീവിച്ചോട്ടെ. ആരും ഇനി അത് പോയി ഇത് പോയി പറഞ്ഞിട്ട് വരാതിരുന്നാ മതിയെന്ന്. അതിന് ഏറ്റവും വലിയ ഭാഗ്യം. സംഭവം നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലേ. ഈ അമ്മായത്തെ കഥകളല്ലേ അതിൽ പറയണേ. ഒന്നും കൂടി ഇക്ക വന്നിരുന്നെങ്കിൽ എനിക്ക് ഒന്നും കൂടി ഇക്കാടെ കൂടെ ജീവിക്കാമായിരുന്നു. പിന്നെ സ്ഥിരമായിട്ടുള്ള 3 ഡയലോഗ് ഉണ്ട്. അതിലൊന്നാമത്തെ എന്താ അറിയോ, ഇക്കാനെ മിസ് ചെയ്യുന്നത്. രണ്ടാമത്തെ എന്താ അറിയോ, മക്കളെത്തീമാണ്. മൂന്നാമത്തെ എന്താണ് അറിയോ, വീടില്ല എന്നുള്ളത്. കേൾക്കണം, ഇത് 3 സ്ഥിരാണ്. അപ്പോ ഈ വ്ളോഗർ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ മറുപടി കൊടുക്കണ കാണണം. പെറ്റ തള്ള സഹിക്കൂല. ഞാൻ അറിയാതെ പാടിപ്പോയി, ഇനിയുമുണ്ടൊരു ജന്മമെങ്കിൽ എനിക്കു നീ ഇണയാകണം. ഈ പാട്ട് എന്തായാലും ഇക്ക പാടൂല, അതുറപ്പാണ്. ഞാനെങ്കിലും പാടുകയാണെങ്കിൽ പാടിക്കോട്ടെ. കാരണം ഇക്കാക്ക്
ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ എന്തായാലും അത് താല്പര്യം ഉണ്ടാവൂല എന്നുള്ള ഉറപ്പാ. കാരണം ഉള്ള ജന്മം ഇല്ലാതാക്കിയതല്ലേ. എന്നിട്ട് പറയണേ എനിക്ക് ഇക്കാനെ മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടുകാരും അവരുടെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഒഴിവാക്കി ഇക്കാക്ക് എന്താ പറ്റിയേ? ഇക്ക സൂസൈഡ് ചെയ്തിരിക്കാണ്. പക്ഷെ ഇന്നെ അവരൊക്കെ ഒഴിവാക്കി. എനിക്ക് മക്കൾ എത്തിയുമല്ലേ, ഇരിക്കാൻ വീടില്ലല്ലോ. അപ്പൊ ഞാനത് കണ്ടപ്പോ അതിനകത്തൊരു കമന്റ് ഇട്ടു. ആ കമന്റ് സകല ആളുകളും എടുത്തിട്ട് പിന്നെ എനിക്ക് തന്നെ വിടും. ഇത് കണ്ടു, സൂപ്പറായി, പൊളിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് ആളുകളുടെ സംശയം ഉണ്ട്. എന്തറിയോ, ഇത്രയൊക്കെ അന്നെ അതും ഇതും പറഞ്ഞു എന്നിട്ടും അനക്ക് ഒരു മടുപ്പ് തോന്നിയില്ല, പിന്നെ എന്താ കമന്റ് എഴുതിയെന്ന്. എനിക്ക് ഒരു മടുപ്പും തോന്നിയിട്ടില്ല. മനസ്സിലായോ? ഞാൻ കമന്റ്, അതായത് ഇല്ലാത്തൊരു കാര്യം എന്റെ മുമ്പ് കണ്ടു കഴിഞ്ഞാൽ ഞാനത് എടുത്തു പറയും. അതിന് ഒരു സംശയമല്ല. അതിന് തെറി പറയേ, അതല്ലേ കഥകൾ ഇറക്കിയേ, പിന്നെ അത് ബാധിക്കൂല. അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ സ്റ്റോപ്പ് ചെയ്ത വിഷയം എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞ വിഷയം തന്നെ വീണ്ടും 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 പറയാം. അത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ എന്താ അറിയോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ജനങ്ങൾക്ക് മടുത്തു തുടങ്ങി. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇപ്പൊ എനിക്ക് ഇങ്ങനെ പറയാലോ, എങ്ങനെ, ഇനിയുമുണ്ടൊരു ജന്മമെങ്കിൽ എനിക്കു നീണയാകണം. അപ്പൊ അതൊക്കെയാണ് അവസ്ഥ. അപ്പൊ ഞാനൊരു കമന്റ് ഇട്ടു എന്ന് പറയാം. അപ്പൊ എന്താ, ഞാൻ തുടങ്ങിയത് എവിടെ? അർജന്റീനയുടെ കളി. അർജന്റീന കളിക്കാണ് ഇതിന്റെ ഇടയ്ക്ക് സെലിബ്രേറ്റ് വന്നത്. അപ്പൊ പടക്കം ചോദിച്ചവനോട് ഞാൻ പറഞ്ഞു, പടക്കല്ല, അമിട്ടുണ്ട്, കൊണ്ടുപോയി വേണമെങ്കിൽ പൊട്ടിച്ചോന്ന്. ഓനും അത് താല്പര്യമില്ലാതെ തോന്നുന്നുണ്ട്. ഓൻ്റെ ജീവൻ കൊണ്ടുപോയി. കാരണം ഓൻ അമ്മാരി പൊലിവിലാണ്. അർജന്റീന തോറ്റി നിൽക്കുന്ന സമയത്തിൽ മുന്നേറിക്കല്ലേ, 3 ഗോൾ അങ്ങോട്ട് ഒരുമിച്ച് അടിച്ചിക്കല്ലേ, ആ സന്തോഷത്തിലാ പോനെ. അപ്പൊ ഓനിക്ക് പടക്കേതാ അമിട്ടേതാന്നുള്ള തിരിച്ചറിവില്ല ടൈം അല്ല അപ്പൊ അവിടെ. അങ്ങനെ ഓനും പോയി. ഞാനതല്ല ആലോചിക്കണത്, ഇതിനെ പോണ ഒരു ജീവി, നമ്മൾ അതിനെ അങ്ങോട്ട് തച്ചു വന്നു. എന്നിട്ട് ഇപ്പുറത്ത് നിന്നിട്ട് പറയണ പാപം ജീവില്ലേന്ന്, മരിച്ചണ്ടീനല്ലേ അതില്ലേന്ന്. അത് ജീവിച്ചിരിക്കണ്ടേ, എനിക്ക് ഒന്നും കൂടി കാണായിരുന്നു അതിന്, അല്ലെങ്കിൽ ഒന്നും കൂടി അതിനോട് കൊല്ലായിരുന്നു അല്ലേ. അപ്പൊ അതൊക്കെയാണ് അവസ്ഥ. എന്തായാലും നാരങ്ങ സുർക്കിയിൽ ഇട്ട മാതിരി ആയിക്കണു ഇപ്പോ. കണ്ടാ ഞമ്മക്ക് തന്നെ എന്തെങ്കിലും ചില്ലറട്ട് കൊടുക്കാൻ തോന്നും. അങ്ങനെ ആയിക്കണു. എന്ത് ചെയ്യാനല്ലേ, സ്വയം വരുത്തി വെച്ചാലല്ലേ. എല്ലാം ഒറ്റക്കങ്ങോട്ട് മാനേജ് ചെയ്യാന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചതാ. പക്ഷെ ഇപ്പൊ എന്താ അവസ്ഥ അറിയോ, നമ്മളൊക്കെ ഈ തുണി എടുത്തും കൊണ്ടും തുണി ഇല്ലാണ്ട് നടക്കുന്ന ഒരവസ്ഥ അല്ലേ. ഒരു ലജ്ജൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. തുണി എടുത്തിട്ടും തുണി എടുക്കാണ്ട് ജീവിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് പാലക്കാട്ടിൽ നിന്നൊക്കെ 1-2 കോള് വന്നിരുന്നു. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിലുപരി ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ ഇന്നോട് വിളിച്ച് പറയണ്ട. കാരണം എന്താ പറയുക, ഇങ്ങക്കൊന്നത് വന്ന് ഇരുന്ന് പറയാനോ താല്പര്യം ഇല്ലെങ്കിൽ, അതല്ലെങ്കിൽ അതിനൊക്കെ നിങ്ങൾ മുട്ടുകാല് വിറക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറയണ്ട. എനിക്ക് ഒരു താല്പര്യമുള്ളത് കേൾക്കാനാണ്. അപ്പോൾ പറഞ്ഞു, എന്നാ ശരി, ഞങ്ങള് ഇത് വോയിസ് മാത്രമാക്കിയിട്ട് തരാം. അത് ഷെരീഫ് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ വോയിസ് കിട്ടോ. ഇനി അതല്ല, അതിന്റെ പേരിൽ എന്ത് കേസോ കോടതിയാണെങ്കിൽ ഞങ്ങൾ വന്നിട്ട് അവിടെ വന്ന് സംസാരിച്ചോളാം. ഇന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊരു താല്പര്യമില്ല, എല്ലാവർക്കും എല്ലാം അറിയാം. പിന്നെ ഇപ്പൊ എന്തിനാ, പിന്നെ എനിക്കെതിരെ വീണ്ടും വന്നതിന്റെ കാരണവും റീസണും എന്താന്ന് ചോദിച്ചാല്, ഞാൻ ചെയ്യേണ്ടതും ഞാൻ തെളിയിക്കേണ്ടതും ഞാൻ പറയേണ്ടതും ഒക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞു. പിന്നെ ഇതിന്റെ മൂട്ട് തൂങ്ങി ഇങ്ങനെ നടക്കുക എന്നല്ലാതെ ഞമ്മക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അടുത്ത കോണ്ടന്റ് നോക്കുക എന്നല്ലാതെ. പക്ഷെ എന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ കൺമുന്നിൽ വന്നിരുന്നാൽ എനിക്കൊരിക്കലും പറയാതിരിക്കാൻ കഴിയൂല കേട്ടോ. ഞാൻ പറയും, അതെന്തായാലും ഞാൻ പറയും. അതിന്റെ വലിയ തല പോകുകയാണെങ്കിൽ ഞാൻ പോട്ടേന്ന് വെക്കും. എന്നാലും ഞാൻ പറയാതിരിക്കൂല. അല്ലാതെ സെലിബ്രിറ്റിയുടെ തെറി പേടിച്ചിട്ടോ സെലിബ്രിറ്റിനെ പേടിച്ചിട്ടോ ഷെരീഫും ഉണ്ടായിരിക്കും. അതിന് വേറെ ആളെ നോക്കണം. ഇനിയും അല്ലേ വേണ്ട, മൈലാഞ്ചി ചോപ്പുള്ള കയ്യാലിന്റെ ആ വഴി ഇങ്ങോട്ട് കിട്ടണില്ല. എന്തായാലും കിട്ടുമ്പോ പാടാ. വേറെന്താ, എന്നാ ശരിയിട്ടില്ലേ, ബായ്.